നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂർ പഞ്ചായത്തിന് വീണ്ടും മിച്ച ബജറ്റ്. 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഇഷാദ് ഇന്ന് അവതരിപ്പിച്ചു. പാർപ്പിട പദ്ധതിക്കും കായികമായ അഭിരുചികൾ വളർത്തുവാനും യുവജനക്ഷേമത്തിനും ടൂറിസത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും കായികാരോഗ്യ സംരക്ഷണത്തിനും പ്രാമുഖ്യം കൊടുത്ത ബഡ്ജറ്റ് പൊതുവെ സ്വീകാര്യമായി. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി അധ്യക്ഷത വഹിച്ചു. 44,62,62,173 രൂപ വരവും 44,32,20,000 രൂപ ചിലവും വരുന്ന 51,42,173 രൂപ നീക്കി ബാക്കിയായിട്ടുള്ള മിച്ച ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത്. ബജറ്റ് എന്ന് തീർച്ചയായും ഈ ബജറ്റ് അത് കൺസിഡർ ചെയ്യുന്ന ഒന്ന് തന്നെയാണ് എന്നതിൽ അഭിമാനിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ഭവന പദ്ധതിയിൽ ഏകദേശം 400ഓളം വീടുകൾ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. പാർപ്പിടം എന്നത് ഓരോ സാധാരണക്കാരൻ്റെയും വലിയ സ്വപ്നമാണ്. ആ സ്വപ്നം പൂർത്തീകരിക്കുന്ന തരത്തിലുള്ള ഒന്നായിരിക്കും ഈ ബഡ്ജറ്റ് എന്ന് വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യും. വരവ് പ്രതീക്ഷിക്കുന്നത് 44,83,62,173 രൂപ വരവ്. ചെലവായിട്ട് 44,32,20,000 ചെലവ്, 51,42,173 രൂപ നീക്കിയായി ബാക്കികൾ. പ്രധാനമായിട്ട് നമ്മൾ വകയിരുത്തിയിരിക്കുന്ന ഫണ്ടുകൾ വെച്ചിരിക്കുന്നത് പാർപ്പിട പദ്ധതിയായ ലൈഫ് ലോൺ തിരിച്ചടവ് ഉൾപ്പെടെ 6,48,00,000 രൂപയാണ് നമ്മൾ വകയിരുത്തിയിരിക്കുന്നത്. ദാരിദ്ര്യ ലഘൂകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് MGNREGF 7,33,00,000 രൂപ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. വെളുത്തുള്ളി, കുമ്പഞ്ഞി, ഇളയപാടം ടൂറിസം സാധ്യതകളെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പരിപോഷിപ്പിക്കുന്നതിനും അതിൻ്റെ അടിസ്ഥാന മേഖലയിൽ പശ്ചാത്തല മേഖലയിൽ കൂടി നമ്മൾ 1,50,00,000 രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അരൂർ ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ നവീകരണം, വികസനം എന്നിവയ്ക്കായി 3,85,00,000 രൂപ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മുടെ യുവതലമുറയുടെ കായിക അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പഞ്ചായത്ത് കളിസ്ഥലം എന്ന ആവശ്യം, അതിനുവേണ്ടി നമ്മൾ 3,20,00,000 രൂപ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. അതിനകത്തൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, നമ്മുടെ അരൂരിലെ ചില കുട്ടികൾ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന നമ്മുടെ നാട്ടിലെ ചെറിയ മക്കൾ ഒരു 10-16 പേര് അവർ മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുത്തായിരുന്നു. ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നമ്മൾ പഞ്ചായത്തിനോട് അരൂർ 10ാം വാർഡിലെ ലോസ് ഏഞ്ചൽസ് ഡോഡ്ജേഴ്സ് എന്ന കളിക്കൂട്ടത്തിലെ 15ഓളം അംഗങ്ങൾ ചേർന്ന് ഫുട്ബോൾ കളിക്കാൻ കളിസ്ഥലം വേണമെന്ന് മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ നിർദ്ദേശപ്രകാരം അരൂർ പഞ്ചായത്ത് 3.20 കോടി രൂപ ചെലവാക്കി ഈ ബഡ്ജറ്റിൽ തുക വകയിരുത്തിയതെന്ന് വൈസ് പ്രസിഡന്റ് ബജറ്റ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് ശ്രദ്ധേയമായി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീതം 8,50,00,000 രൂപ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. അരൂർ ഗ്രാമപഞ്ചായത്തിലെ ഓരുവെള്ള ഭീഷണിക്ക് സ്ഥിരം സൂയി സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി 1,25,00,000 രൂപ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. പാർപ്പിട പദ്ധതിക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള സാമ്പത്തിക സഹായത്തിനും ശ്മശാനം നവീകരണത്തിനും വെള്ളക്കെട്ട് നിവാരണത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും കൂടുതൽ തുക വകയിരുത്തണമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു. അതായത് വീട് അരൂർ പഞ്ചായത്തിന്റെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വെച്ച തുക പോരാ. ലൈഫ് ഭവനമൊക്കെ തന്നെ പാതി വഴി കിടക്കും, കിട്ടാത്ത അവസ്ഥയിലേക്ക് നിൽക്കുന്നു. അതിന് കൂടുതൽ പണം കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമുക്ക് ഉണ്ടായേ പറ്റൂ. ആരും കിടപ്പാടമില്ലാത്തവരായി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള എല്ലാ വാർഡുകളിലും കുന്നുകൂടുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ എല്ലാ വാർഡുകളിലും നിർബന്ധമായിട്ട് ക്യാമറകൾ സ്ഥാപിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണമെന്നാണ്. ഈ ഒരു ഭരണസമിതിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന രീതിയിലാണ് ക്രിമിറ്റോറിയത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. അത് തുടർന്ന് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഇടപെടലും ഉണ്ടാകണമെന്ന് പറയുന്നു. ടൂറിസം തന്നെ വരുമ്പോൾ തന്നെ ടൂറിസത്തിൻ്റെ അടിസ്ഥാന സൗകര്യം ഒരുക്കുമ്പോൾ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ നമ്മുടെ പഞ്ചായത്തിൽ തിലകക്കുറിയായിട്ട് അത് മുഖ്യ പ്രവർത്തനങ്ങളും 90% മേൽ പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ അടുത്ത ബഡ്ജറ്റുകൾ ഇവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റാണെന്ന് പറഞ്ഞപ്പോൾ 100% ഫണ്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ വനിതാ വികസനം, ശിശു വികസനം, ഭിന്നശേഷി, SC ഫണ്ട് എല്ലാത്തിലും നല്ല രീതിയിൽ തന്നെ ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട്. SC വിഭാഗത്തിലും
മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലും ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീട് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് നമ്മൾ ഉൾപ്പെടുത്തി ആ ഫണ്ട് കൊടുത്തതിന് ശേഷമാണ് ജനറൽ വിഭാഗത്തിനുള്ള ഫണ്ട് നമ്മൾ കൊടുക്കാനായിട്ട് തുടങ്ങിയത്. കളിസ്ഥലം വാങ്ങുവാൻ 3.20 കോടി, റോഡുകളുടെ നവീകരണത്തിനായി 3.85 കോടി, ടൂറിസം പശ്ചാത്തല വികസനത്തിനായി 1.50 കോടി, ഓരുമുട്ടുകളിൽ സ്ഥിരം സ്ലോയിസ് നിർമ്മാണത്തിനായി 1.25 കോടി, പാലങ്ങൾ കലുങ്കുകൾ നിർമ്മിക്കുവാൻ 82 ലക്ഷം, സായാഹ്ന പ്രഭാത വിശ്രമ കേന്ദ്രങ്ങൾ, ഓപ്പൺ ജിംനേഷ്യം എന്നിവയ്ക്കായി 28.5 ലക്ഷം, ഭിന്നശേഷി കുട്ടികളുടെ ഫിസിയോതെറാപ്പി യൂണിറ്റിന് 22 ലക്ഷം, ശുചിത്വ പദ്ധതികൾക്കായി 55 ലക്ഷം, ഫിഷ് ലാൻഡിംഗ് സെന്ററിനായി 20 ലക്ഷം, ജൈവ ബണ്ട് നിർമ്മാണത്തിനായി 20 ലക്ഷം തുടങ്ങി നിരവധി പദ്ധതികൾക്കായി തുക വകയിരുത്തിയുള്ള ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത്. ബജറ്റ് അവതരണത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് രാഖി ആന്റണി, വൈസ് പ്രസിഡന്റ് ഇ ഇഷാദ്, പഞ്ചായത്ത് സെക്രട്ടറി സിന്ധു ഈശ്വർ, ജൂനിയർ സൂപ്രണ്ട് ലോറൻസ്, അക്കൗണ്ടന്റ് ശ്രീജ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥനായ മനു തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായ സീനത്ത് ഷിഹാബുദ്ദീൻ, നൌഷാദ് കുന്നേൽ, അമ്പിളി ഷിബു, MP ബിജു, PK ഉദയകുമാർ തുടങ്ങിയവരും പ്രതിപക്ഷാംഗങ്ങളായ VK മനോഹരൻ, CK പുഷ്പൻ, സന്ധ്യ ശ്രീജൻ, ഇബ്രാഹിംകുട്ടി തുടങ്ങിയവരും ബജറ്റിനെ കുറിച്ച് പ്രാഥമികമായി വിലയിരുത്തി സംസാരിച്ചു.